പ്രിയ വിദ്യാർത്ഥികളെ, സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ 8ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമർക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എത്തരത്തിലൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയുണ്ടായി. ഇന്ന് ആദ്യം തന്നെ നമ്മളൊരു പ്രോഗ്രാം എക്സാമ്പിളാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ കോളിംഗ് നടത്താം, ഏതൊക്കെ രണ്ട് രീതിയിൽ, മെയിനിന് മുമ്പ് എഴുതുമ്പോൾ, മെയിനിന് ശേഷം എഴുതുമ്പോഴുള്ള ഫംഗ്ഷൻസ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഫംഗ്ഷന്റെ 3 ഭാഗങ്ങളായിട്ടുള്ള ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, പിന്നെ ഫംഗ്ഷൻ കോളിംഗ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് തുടക്കത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെ ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയെന്ന് ഒരു പരിചയം നിങ്ങൾക്ക് കിട്ടണം. പിന്നെ ഫംഗ്ഷൻ കോളിംഗ് നടത്തുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫംഗ്ഷൻ കോളിംഗ് ഏതൊക്കെ രീതിയിൽ നമുക്ക് നടത്താം എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഒന്നുകൂടെ തരാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഫംഗ്ഷൻ എഴുതുമ്പോൾ അതെങ്ങനെയാണ് പ്രോട്ടോടൈപ്പ് ഒക്കെ എഴുതുന്നത് എന്നുള്ള മറ്റൊരു എക്സാമ്പിളിലൂടെ നമുക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് NCR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. NCR ഇവിടെ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക, സ്മോൾ n ക്യാപിറ്റൽ C സ്മോൾ r. എന്താണ് NCR? അത് ഒരുപക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ചിലർ പഠിച്ചിട്ടുണ്ടാവില്ല. NCR എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻസിനെ വ്യക്തമാക്കുന്ന, കോമ്പിനേഷൻസ് ആൻഡ് പെർമ്യൂട്ടേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ്, അതിന്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താണ് NCR എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ NCR എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു C എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ C ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോ ആ C എന്നുള്ളത് ഒരു കോമ്പിനേഷനെയാണ് വ്യക്തമാക്കുന്നത്. N എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് വാല്യൂസിൽ നിന്നും എനിക്ക് R എന്നുള്ള അത്രയും വാല്യൂസ്, അത്രയും എണ്ണം കോമ്പിനേഷൻസ് എത്ര എണ്ണം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സപ്പോസ് N-ന്റെ വാല്യൂ 5 ആണ് എങ്കിൽ R-ന്റെ വാല്യൂ 2 ആണ് എങ്കിൽ 5 കോമ്പിനേഷൻ 2 എന്ന് പറഞ്ഞാൽ 5 ഡിഫറെന്റ് വാല്യൂസിൽ നിന്നും 2 എണ്ണത്തിന്റെ വെച്ചുള്ള എത്ര കോമ്പിനേഷൻസ് എനിക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ 5 കുട്ടികൾ ഉള്ള ഒരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. 5 കുട്ടികളുണ്ട്. ഈ 5 കുട്ടികളിൽ നിന്നും എനിക്ക് 2 പേരുടെ ഒരു ജോഡി ഉണ്ടാക്കണം. 2 പേരെ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജോഡി ഉണ്ടാക്കണം. അങ്ങനെയാണ് എങ്കിൽ എത്ര സാധ്യതകൾ അതിലുണ്ട് എന്നുള്ളതാണ് ഈ NCR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 കോമ്പിനേഷൻ R എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ എത്ര കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണ് എന്നതാണ് അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് മാനുവലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 5 കോമ്പിനേഷൻ 2 എന്ന് പറഞ്ഞാൽ എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? 5 കുട്ടികളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനിവിടെ മാനുവലി കയ്യിൽ കാണിക്കാം എത്ര കോമ്പിനേഷൻ പോസിബിൾ ആണ് എന്നുള്ളത് നമുക്കൊന്ന് മാനുവലി ചെക്ക് ചെയ്യാം. 1ാമത്തെ കുട്ടിയും 2ാമത്തെ കുട്ടിയും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ്. ഇതാണ് 1ാമത്തെ ജോഡി അല്ലെ? അങ്ങനെ വേണമെങ്കിൽ എനിക്ക് 2 പേരെ തിരഞ്ഞെടുക്കാം, 1ാമത്തെ കുട്ടിയും 2ാമത്തെ കുട്ടിയും. ഇനി 2ാമത്തെ ഒരു പോസിബിലിറ്റി എന്താണ്? 1ാമത്തെ കുട്ടിയും 3ാമത്തെ കുട്ടിയും അല്ലെ? 1ാമത്തെ കുട്ടിയും 3ാമത്തെ കുട്ടിയും ചേർത്ത് വേണമെങ്കിൽ ഒരു ജോഡി ഉണ്ടാക്കാം. പിന്നെ 1ാമത്തെ കുട്ടിയും 4ാമത്തെ കുട്ടിയും ചേർത്ത് വേണമെങ്കിൽ ഒരു ജോഡി ഉണ്ടാക്കാം. 1ാമത്തെ കുട്ടിയും 5ാമത്തെ കുട്ടിയും ചേർത്ത് വേണമെങ്കിൽ ഒരു ജോഡി ഉണ്ടാക്കാം. 4 ജോഡികളെ കിട്ടി അല്ലെ? 4 വ്യത്യസ്തമായ പോസിബിലിറ്റീസ് അവിടെ സാധ്യമാണ്. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല അല്ലെ? 2ാമത്തെ കുട്ടിയെയും 3ാമത്തെ കുട്ടിയെയും ചേർത്തൊരു ജോഡി വേണമെങ്കിൽ ഉണ്ടാക്കാം. 2ാമത്തെ കുട്ടിയെയും 4ാമത്തെ കുട്ടിയെയും ചേർത്തൊരു ജോഡി ഉണ്ടാക്കാം. 2ാമത്തെ കുട്ടിയെയും 5ാമത്തെ കുട്ടിയെയും ചേർത്തൊരു ജോഡി വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് തീർന്നോ? ഇല്ല. 3ാമത്തെ കുട്ടിയെയും 4ാമത്തെ കുട്ടിയെയും ചേർത്തൊരു ജോഡി ഉണ്ടാക്കാം. 3ാമത്തെ കുട്ടിയെയും 5ാമത്തെ കുട്ടിയെയും ചേർത്ത് വേണമെങ്കിൽ ഒരു ജോഡി ഉണ്ടാക്കാം. ഇനിയോ
നാലാമത്തെ കുട്ടിയെയും അഞ്ചാമത്തെ കുട്ടിയെയും ചേർത്ത് വേണമെങ്കിൽ ഒരു ജോഡി ഉണ്ടാക്കാം. ഇപ്പൊ എത്ര എണ്ണമായി? 10 എണ്ണമായി അല്ലെ? അപ്പൊ 5 കോമ്പിനേഷൻ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് 10 എന്നാണ്. 10 ഡിഫറെന്റ് ജോഡികളെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി ഞാൻ നമ്പറിന്റെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ ഇതിന്റെ എണ്ണമൊക്കെ കൂടി വരും. എനിക്ക് 2 പേരുടെ ജോഡി മാത്രമല്ല, ഇപ്പം 5C3 എന്ന് വേണമെങ്കിൽ പറയാം. 3 പേരെ വെച്ച് ഒരു ജോഡി എങ്ങനെ ഉണ്ടാക്കാം? അല്ലെങ്കിൽ 25 കോമ്പിനേഷൻ 15 എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാം? അങ്ങനെയൊക്കെയുള്ള ഒരു പോസിബിലിറ്റി കാൽക്കുലേഷനെയാണ് നമ്മൾ കോമ്പിനേഷൻസ് എന്ന് പറയുക. സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു കാൽക്കുലേഷൻ ഒക്കെയാണ്. എന്തുകൊണ്ടേ പഠിച്ചിട്ടുള്ളവർക്ക് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടില്ലാത്തവർക്ക് എന്താണ് അതിന്റെ ഐഡിയ എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ കോമ്പിനേഷൻ എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്കിവിടെ കോമ്പിനേഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻസ് അല്ല ടോപ്പിക് എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ തന്നിട്ട് ആ പ്രോഗ്രാമിലേക്ക് പോകാം. നമുക്ക് ഫംഗ്ഷൻ ആണ് ഇവിടെ ടോപ്പിക്. ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഈ കോമ്പിനേഷൻ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. 5C2 അല്ലെങ്കിൽ NCR എന്നുള്ളതിന്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ കിട്ടും? അതിനൊരു ഇക്വേഷൻ ആവശ്യമാണ്. അപ്പൊ NCR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ കാണിക്കാം. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ശ്രദ്ധിക്കുക, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇനി ഞാൻ 5ഉം 2ഉമാണ് NCR, 5C2 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ. 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ അതിനെ എന്തെന്നാക്കാം? 3 എന്നാക്കാം. 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 ആവും. അപ്പൊ അതെങ്ങനെയാണ് മാറ്റി എഴുതുക? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഓക്കെ, ഇതായിരിക്കും 5C2 എന്ന് എഴുതിയാൽ അതിന്റെ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പക്ഷേ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഫാക്ടോറിയൽ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, ആ സംഖ്യ മുതൽ താഴോട്ട് പോയി 1 വരെ, 0ത്തിലേക്ക് എത്തില്ല. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1 വരെയുള്ള സംഖ്യകൾ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതാണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. അതാണ് 5 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10. അതാണ് 10 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പം n എന്ന് പറഞ്ഞ ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ എവിടം വരെ പോകും? n മൈനസ് 1, അടുത്തത് n ഇൻറ്റു n, അങ്ങനെ വരെയുള്ള. അപ്പൊ 1 മുതൽ ആ സംഖ്യ വരെയുള്ള എല്ലാ സംഖ്യകളും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാക്ടോറിയൽ എന്നുള്ള സംഖ്യ കിട്ടുക. അപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ വാല്യൂ എത്രയായിരിക്കും? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എത്രയായിരിക്കും? 5 ഇൻറ്റു 4 എത്രയാണ്? 20. 20 ഇൻറ്റു 3 എത്രയാണ്? 60. 60 ഇൻറ്റു 2 എത്രയാണ്? 120. 120 ഇൻറ്റു 1 120 ആണ്. ഓക്കെ, അപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. ഇനി 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 1 എത്രയാണ്? 2 ഇൻറ്റു 1 2. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1. 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6. 6 ഇൻറ്റു 1 6. അപ്പൊ ഇതാണ് നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 120 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 എന്ന് നമുക്ക് കൊടുക്കാം. പിന്നെ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 എന്ന് കൊടുക്കാം. അതായത് 120 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6. ഇനി താഴെയുള്ള 2 ഇൻറ്റു 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 12 ആയി. അതായത് 120 ഡിവൈഡഡ് ബൈ 12 എത്രയാണ് റിസൾട്ട്? 10. അപ്പം 5C2 എന്ന് പറഞ്ഞാൽ 10 എന്നാണ് റിസൾട്ട് കിട്ടുന്നത് അല്ലേ? നമ്മൾ നേരത്തെ കയ്യിൽ എണ്ണി നോക്കിയപ്പോൾ എത്രയാണ് റിസൾട്ട് കിട്ടിയത്? 10 അല്ലേ? അപ്പം ഇങ്ങനെയുള്ള NCR എന്ന് പറഞ്ഞ ആ ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പം
ഈ ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കിനെയാണ് നമ്മൾ C++ പ്രോഗ്രാമിന്റെ ഫംഗ്ഷനിൽ നമ്മളൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് NCR എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം എന്താണ് NCR എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനിയും മനസ്സിലാവാത്തവരുണ്ട് എങ്കിലും ഒന്നുകൂടെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് നീണ്ടും, അതുകൊണ്ടാണ്. ഇനി അതൊരു പ്രോഗ്രാമിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ആ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ പ്രോഗ്രാം ശ്രദ്ധിക്കുക. എന്താണ്, ആദ്യം ഹെഡർ ഫയൽ എഴുതിയിട്ടുണ്ട്, യൂസിങ് നെയിം സ്പേസ് std എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അതിനർത്ഥം എന്താണ്, ഞാൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ മെയിൻ ഫംഗ്ഷന് താഴെയാണ് എഴുതുന്നതെന്ന് അർത്ഥം. പ്രോട്ടോടൈപ്പ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രോട്ടോടൈപ്പ് കൊടുത്തിരിക്കുന്നത്? ഇന്റ് ഫാക്ട് ഓഫ് ഇന്റ്. അപ്പം ഇത് ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. n ഫാക്ടോറിയൽ കാണാൻ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം, r ഫാക്ടോറിയൽ കാണാൻ ഈ സെയിം ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാം, n - r ഫാക്ടോറിയൽ കാണാനും ഈ സെയിം ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ഫാക്ട് എന്നാണ് ഫംഗ്ഷന്റെ പേര്. അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണ്. അതിലേക്ക് ഒരേ ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ, അത് ഇന്റിജർ ടൈപ്പിലുള്ള ആർഗ്യുമെന്റ് ആണ്. അതാണ് പ്രോട്ടോടൈപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്രോട്ടോടൈപ്പ് കൊടുക്കുന്ന ഒരു രീതി കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇപ്പോഴും അത് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി താഴെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. അവിടെ നമ്മൾ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? n എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, r എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, പിന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി NCR എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അവിടെ NCR എന്നുള്ളത് 3 സ്മോൾ ലെറ്ററിലാണ് ഞാൻ കൊടുത്തത്. അവിടെ C ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ. കാരണം നമുക്കത് വെറുതെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ മാത്രമാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമുക്ക് NCR ആയതുകൊണ്ട് NCR എന്നുള്ള രീതിയിൽ പേര് കൊടുത്തേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും റിസൾട്ട് എന്ന് പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ 3 വേരിയബിൾസ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ n-ലേക്കും r-ലേക്കും ഒരു ബാച്ച് ഓഫ് വാല്യൂ കിട്ടാൻ വേണ്ടി n എന്നും അതിൽ എത്ര കോമ്പിനേഷൻ വേണം എന്നുള്ളതിന്റെ r, ആ 2 വാല്യൂസിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് n-ന്റെ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം എന്ത്, r-ന്റെ വാല്യൂ, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. r-ന്റെ വാല്യൂ കൂടുതലായിട്ട് കൊടുത്ത് n-നേക്കാളും കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും വർക്ക് ചെയ്യില്ല. n-ന്റെ ഈക്വലോ അല്ലെങ്കിൽ അതിന് ചെറുതോ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം എപ്പോഴും r-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. r-ന്റെ വാല്യൂ n-നേക്കാളും കൂടുതലായാൽ 5 കുട്ടികളിൽ നിന്നും 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പം അതുകൊണ്ട് r-ന്റെ വാല്യൂ എപ്പോഴും ചെറുതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും മാത്തമാറ്റിക്കൽ ലോജിക് തന്നെയാണ്, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പം അങ്ങനെ 2 വാല്യൂസ് n-ന്റെയും r-ലേക്കും വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. NCR എനിക്ക് റിസൾട്ട് കിട്ടേണ്ട വേരിയബിൾ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫാക്ട് എന്നുള്ള ഫംഗ്ഷനെ ഞാൻ 3 തവണ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ കോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെയാണ്? NCR ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുക? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. ആ ഇക്വേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ n ഫാക്ടോറിയൽ കാണാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ഫാക്ടോറിയൽ കാണാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു, താഴെ നിങ്ങൾക്ക് കാണാം. ആ ഫംഗ്ഷനെയാണ് ഞാൻ കോൾ ചെയ്യുന്നത്. n-ന്റെ ഫാക്ടോറിയൽ, n-നെ ഞാൻ ആർഗ്യുമെന്റ് ആയിട്ട് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു, ഫാക്ടോറിയൽ കിട്ടുന്നു, തിരിച്ചിങ്ങോട്ട് എത്തുന്നു. ഓക്കെ, അപ്പം ഫാക്ട് ഓഫ് n എന്നുള്ള ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ, ഇനി ഏതിന്റെയാണ് കാണേണ്ടത്? r-ന്റെ ഫാക്ടോറിയൽ കാണണം. ഫാക്ട് ഓഫ് r, ആ ഫാക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ തന്നെയാണ് ഞാൻ കോൾ ചെയ്യുന്നത്, പക്ഷേ ആർഗ്യുമെന്റ് ഞാൻ മാറ്റി. r എന്നുള്ള വാല്യൂവിനെ ഞാൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നു, അത് പ്രോസസ് ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ട് തരുന്നു. ഇനി ഇൻറ്റു, ഇനി ഏതിന്റെയാണ് കാണേണ്ടത്? n-ൽ നിന്നും r കുറച്ചിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, n - r. അതിന്റെ ഫാക്ടോറിയൽ കാണാൻ വേണ്ടി വീണ്ടും ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, ആ ഫംഗ്ഷൻ അതിനെ പ്രോസസ് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ആ 3 വാല്യൂസ് കിട്ടി. സപ്പോസ് ഞാൻ 5ഉം 2ഉം ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഫാക്ട് ഓഫ് 5 എന്ന് പറഞ്ഞതിനെ കോൾ ചെയ്യും, ഡിവൈഡഡ് ബൈ, പിന്നെ ഏതിനെയാണ് കോൾ ചെയ്യുന്നത്? ഫാക്ട് ഓഫ് 2നെ അത് കോൾ ചെയ്യും, ഇൻറ്റു, അതിനുശേഷം ഏതിനെയാണ് കോൾ ചെയ്യുന്നത്? ഫാക്ട് ഓഫ് 5 - 2, അതായത് ഫാക്ട് ഓഫ് 3നെ ആയിരിക്കും അത് കോൾ ചെയ്യുക. ഇതെല്ലാം ഒറ്റ ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. ആദ്യം 5 എന്നുള്ള ആർഗ്യുമെന്റ് പാസ് ചെയ്തു, രണ്ടാമത്തെ ഫംഗ്ഷൻ കോളിംഗിൽ അത് 2 എന്നുള്ള ആർഗ്യുമെന്റിനെ പാസ് ചെയ്തു, മൂന്നാമത്തെ ഫംഗ്ഷൻ കോളിംഗിൽ അത് 3 എന്നുള്ള വാല്യൂവിനെ പാസ് ചെയ്തു. അപ്പൊ നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗിൽ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് പഠിച്ചിരുന്നു, റീയൂസബിലിറ്റി അല്ലെ. ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഇവിടെ ഫാക്ടോറിയൽ കാണാനുള്ള പ്രോസസ് നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് എഴുതിയിട്ടില്ലായിരുന്നു എങ്കിൽ ഈ 3 ഡിഫറെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തന്നെ എഴുതേണ്ടതായിട്ട് വന്നേനെ അല്ലെ. 5ന്റെ ഫാക്ടോറിയൽ കാണാൻ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും, 3ന്റെ ഫാക്ടോറിയൽ കാണാൻ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും, 2ന്റെ ഫാക്ടോറിയൽ കാണാൻ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. പക്ഷേ നമ്മൾ ഇതൊരു സബ് ഫംഗ്ഷൻ ആയിട്ട് എഴുതിയപ്പം
ഒറ്റ തവണ എഴുതി. എനിക്കിവിടെ 3 തവണ ആവശ്യമുണ്ടായിരുന്നു. 3 തവണ ആ ഫംഗ്ഷനെ ഞാൻ ഇൻവോക്ക് ചെയ്തു, കോൾ ചെയ്തു. ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണെന്ന് മാത്രം. നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്തമായിട്ട് കോൾ ചെയ്തിട്ട് വേണമെങ്കിൽ അതിന്റെ റിസൾട്ട് അങ്ങനെ ഉപയോഗിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറച്ചുകൂടി എളുപ്പത്തിൽ അത്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ തീർക്കുന്ന രീതിയിൽ അത് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പം ഒരു ഫംഗ്ഷനെ തന്നെ 3 വ്യത്യസ്ത വാല്യൂസ് ഉപയോഗിച്ച് കോൾ ചെയ്യുന്നു. അപ്പം 5 ഫാക്ട് ഓഫ് 5 എന്ന് വിളിച്ചാൽ അതിൽ നിന്ന് റിസൾട്ട് കിട്ടും 120 എന്നുള്ള റിസൾട്ട് കിട്ടും. ഫാക്ട് ഓഫ് 2 എന്ന് വിളിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് 2 എന്നുള്ള റിസൾട്ട് കിട്ടും. ഫാക്ട് ഓഫ് 3 എന്ന് കൊടുക്കുമ്പോൾ അതിൽ നിന്നും 6 എന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പം ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? NCR is equal to 120 divided by 2 into 6 എന്നായിട്ട് മാറും. നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത പോലെ അതിന് 10 എന്നുള്ള റിസൾട്ട് അതിന് കിട്ടുകയും ചെയ്യും. അതിനുശേഷം NCR എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ എങ്ങനെയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക? ആ ഫംഗ്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇന്റ് ഫാക്ട് ഓഫ് ഇന്റ് n, ക്യാപിറ്റൽ n ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഫംഗ്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്മോൾ n ആണ്. ഫംഗ്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്, സബ് ഫംഗ്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ n ആണ്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വേരിയബിളുകൾ തന്നെയാണ്. ഇനി ഇവിടെ സ്മോൾ n ഉപയോഗിച്ച കുഴപ്പമൊന്നുമില്ല, കാരണം മെയിൻ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിളും സബ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ടാന്ന് വെച്ചിട്ടാണ് അവിടെ സ്മോൾ n ഇവിടെ ക്യാപിറ്റൽ n ഉപയോഗിക്കുന്നത്. രണ്ടും ഡിഫറെന്റ് വേരിയബിൾസ് തന്നെയാണ്, അതാ മനസ്സിലാക്കുക. ഇനി ഇവിടെ എന്താണ് ചെയ്യുന്നത്? എഫ് എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എഫ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഒരു ഫോർ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പിൽ നമുക്ക് കാണാം ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ പോലെ എഫ് ആണ് ഉപയോഗിക്കുന്നത്. മുമ്പ് നമ്മൾ IF ഉപയോഗിച്ചിരുന്നു, ഇവിടെ എഫ് ആണെന്ന് പറഞ്ഞു. ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ ആയതുകൊണ്ട് എഫ് എന്നുള്ള വേരിയബിൾ കൊടുത്തിരുന്നു. എഫ് ഈസ് ഈക്വൽ ടു 1 എന്ന് ഇനീഷ്യൽ ചെയ്തിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ലൂപ്പ് മുകളിൽ നിന്നും താഴോട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നിന്റെ വാല്യൂ 0ക്ക് ഗ്രേറ്റർ ആവുന്നത് വരെ വർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. n മൈനസ് മൈനസ്. അപ്പം ഞാൻ 5ന്റെ ഫാക്ടോറിയൽ കാണാൻ വേണ്ടി ഫാക്ട് ഓഫ് 5 എന്ന് വിളിച്ചാൽ എന്താണ് സംഭവിക്കുക? എഫിന്റെ വാല്യൂ 1 ആണ്. 5ന്റെ വാല്യൂ 0യേക്കാളും ഗ്രേറ്റർ ആണോ? അതെ. സോറി, എന്നിന്റെ വാല്യൂ ഇപ്പൊ 5 ആണ്. അത് 0യേക്കാളും ഗ്രേറ്റർ ആണോ? അതെ. ഇനി n മൈനസ് മൈനസ്, അതാണ് പ്രോസസ് ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ വാല്യൂ എത്രയാണ്? 5. അപ്പൊ താഴെ എന്ത് സംഭവിക്കും? എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു n. എന്നിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 5. എഫിന്റെ വാല്യൂ എത്രയാണ്? 1. സോ 1 into 5 എന്ന് എഫിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അതിനുശേഷം n മൈനസ് മൈനസ്, അതായത് എന്നിന്റെ വാല്യൂ 4 ആവും. അടുത്ത ഇറ്ററേഷൻ നടക്കും. എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു n. എഫിന്റെ വാല്യൂ എത്രയായിരുന്നു? മുമ്പത്തെ പ്രോസസ് വഴി 5 എന്ന് കിട്ടി. എന്നിന്റെ വാല്യൂ ഇപ്പം 4 ആണ്. 5 into 4 20. വീണ്ടും എന്നിന്റെ വാല്യൂ കുറഞ്ഞ് 3 ആയി. അടുത്തത് 20 into 3 60 എന്നാവും. വീണ്ടും എന്നിന്റെ വാല്യൂ കുറഞ്ഞ് 2 ആയി. അടുത്തത് 60 into 2 120 എന്ന് കിട്ടി. വീണ്ടും എന്നിന്റെ വാല്യൂ കുറഞ്ഞ് 1 ആയി. അടുത്തത് 120 into 1 120 എന്ന് തന്നെ കിട്ടും. അത് കഴിയുമ്പോൾ എന്നിന്റെ വാല്യൂ കുറഞ്ഞ് 0 ആവും. അപ്പം n ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആവും. അതിൽ നിന്നും പുറത്തേക്ക് വരും. ഓക്കെ, എന്നിട്ടോ റിട്ടേൺ എഫ് എന്നുള്ള പ്രോസസ് അവിടെ നടക്കും. റിട്ടേൺ എഫ്. എഫിൽ ഇപ്പൊ ഏതാണ് വാല്യൂ ഉള്ളത്? ഫാക്ട് ഓഫ് 5 എന്ന് വിളിച്ചപ്പോൾ 120 എന്നുള്ള വാല്യൂ കിട്ടുന്നു. അപ്പൊ അത് ആദ്യത്തെ ഫംഗ്ഷൻ കോളിംഗിലേക്ക് അത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ ഫംഗ്ഷൻ കോളിംഗ് നടന്നു. ഫാക്ട് ഓഫ് 2, അതും ഈ രീതിയിൽ പ്രോസസ് ചെയ്യും. 2 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഫാക്ട് ഓഫ് 3 എന്നുള്ള ഫംഗ്ഷൻ കോളിംഗ് നടന്നു. അതും ഈ രീതിയിൽ പ്രോസസ് ചെയ്യും. 6 എന്നുള്ള വാല്യൂ കിട്ടും. അതിനെ അങ്ങോട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒറ്റ പ്രോഗ്രാമിൽ തന്നെ ഈ സബ് ഫംഗ്ഷൻ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ 3 തവണ കോൾ ചെയ്യപ്പെട്ടു. ആ ഒരു പ്രത്യേകതയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം തന്നെ എടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം 5 എന്നുള്ള വാല്യൂ ക്യാപിറ്റൽ എന്നിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ ഫംഗ്ഷൻ കോളിംഗിൽ 2 എന്നുള്ള വാല്യൂ ക്യാപിറ്റൽ എന്നിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ ഫംഗ്ഷൻ കോളിംഗിൽ 3 എന്നുള്ള വാല്യൂ ഫംഗ്ഷൻ കോളിംഗിൽ ഫോർമൽ ആർഗ്യുമെന്റ് ആയിട്ടുള്ള എന്നിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. ഇവിടെ ഫോർമൽ ആർഗ്യുമെന്റ് ഏതാണ്? ക്യാപിറ്റൽ n ആണ്. ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ n മാത്രമാണ്. ഇവിടെ പക്ഷെ 3 ഫംഗ്ഷൻ കോളിംഗ് നടത്തിയിട്ടുള്ളത് കൊണ്ട് എത്ര ആക്ച്വൽ ആർഗ്യുമെന്റ് ഉണ്ട്? 3 ഡിഫറെന്റ് ഫംഗ്ഷൻ കോളിംഗിലുള്ള ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ കോളിംഗിൽ അത് സ്മോൾ n ആയിരുന്നു ആക്ച്വൽ ആർഗ്യുമെന്റ് എങ്കിൽ, രണ്ടാമത്തെ ഫംഗ്ഷൻ കോളിംഗിൽ അത് സ്മോൾ r ആയിരുന്നു ആക്ച്വൽ ആർഗ്യുമെന്റ്. മൂന്നാമത്തെ ഫംഗ്ഷൻ കോളിംഗിൽ n-r എന്നുള്ള ആ ഒരു വാല്യൂ ആണ് ഇവിടെ ആക്ച്വൽ ആർഗ്യുമെന്റ്. അവിടെ ഇതൊരു ആർഗ്യുമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചുള്ള ഒരു ആക്ച്വൽ വാല്യൂവിനെ ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ n ആണ്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് സ്മോൾ n-ഉം സ്മോൾ r-ഉം ഒക്കെയാണ് ഇവിടുത്തെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ഈ ഒരു NCR കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആഫ്റ്റർ മെയിൻ ഫംഗ്ഷൻ സബ് ഫംഗ്ഷൻ എന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ ഡെഫിനിഷൻ താഴെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിനുശേഷം ഫംഗ്ഷൻ കോളിംഗ്, ഒരേ ഫംഗ്ഷൻ കോളിംഗ് ഒരേ രീതി തന്നെയാണ്, പക്ഷെ 3 ഡിഫറെന്റ് ഫംഗ്ഷൻ കോളിംഗ് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ റീയൂസബിലിറ്റി എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം അതിന്റെ സൈസ് കുറയുന്നു, റീയൂസബിലിറ്റി കൂടുന്നു അല്ലെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ഇതിലെ ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക. അത് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ NCR എന്നുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ചെറിയ സെക്ഷനിലേക്ക് പോവുകയാണ്. അതാണ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ഇൻ ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫംഗ്ഷനിലെ ഡീഫോൾട്ട് ആർഗ്യുമെന്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത്, ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഫോർമൽ ആർഗ്യുമെന്റ്സിന് ചില ഡീഫോൾട്ട് വാല്യൂസ് കൊടുത്തു വെക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ ഡെഫിനിഷൻ അവസാനം പറയാം, ആദ്യം അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പം ഇവിടെ നമ്മളൊരു സബ് ഫംഗ്ഷൻ എഴുതുന്നു. ടൈം സെക് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഞാനിവിടെ എഴുതുന്നത്. ശ്രദ്ധിക്കുക, അതായത് നമുക്ക് കിട്ടുന്ന ടൈം, നമ്മൾ സാധാരണ ഒരു ടൈം എങ്ങനെയാണ് പറയുക, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് അങ്ങനെയാണ് പറയുക അല്ലെ. 5 മണിക്കൂർ 40 മിനിറ്റ് 28 സെക്കൻഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു ടൈമിങ്ങിനെ കുറിച്ച് പറയാം. അങ്ങനെ കിട്ടുന്ന ഒരു ടൈമിനെ മൊത്തത്തിൽ സെക്കൻഡ്സിലേക്ക് മാറ്റുക. എത്ര മണിക്കൂറിനെ സെക്കൻഡ്സിലേക്ക് മാറ്റുക, മിനിറ്റിനെ സെക്കൻഡ്സിലേക്ക് മാറ്റുക, അങ്ങനെ മൊത്തം എത്ര സെക്കൻഡുകളാണ് ആ ടൈം എന്നുള്ളത് കാണിക്കുന്ന ഒരു ഫംഗ്ഷൻ. നമ്മളത് ഫസ്റ്റ് ഇയറിലൊക്കെ ചെറിയ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു പ്രോസസ് അല്ല, നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തു മാത്രം. അങ്ങനെ ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മളോട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്റ് ടൈം സെറ്റ് ഓഫ് നമ്മൾ ഇന്റ് എം എന്നുള്ള എന്താ, സോറി ഇന്റ് എച്ച് എന്നുള്ള എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അവറിലുള്ള വാല്യൂവിനെയാണ് h എന്നുള്ളതും റെപ്രസെന്റ് ചെയ്യുന്നത്. കോമ ഇന്റ് എം എന്നുള്ളത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുക, മിനിറ്റ്സിലുള്ള വാല്യൂവിനെയാണ് m എന്നുള്ളതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. കോമ ഇന്റ് എസ് സെക്കൻഡ്സിലുള്ള വാല്യൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, m എന്നുള്ള വാല്യൂവിന് ഈക്വൽ ടു എന്ന് പറഞ്ഞ 0 എന്നുള്ള വാല്യൂ ഇനീഷ്യൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എസ് എന്നുള്ള ആർഗ്യുമെന്റിനും ഫോർമൽ ആർഗ്യുമെന്റിനും 0 എന്നുള്ള വാല്യൂ ഇനീഷ്യൽ ചെയ്തിട്ടുണ്ട്, എച്ചിന് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ പ്രകാരം എച്ചിന് ഇനീഷ്യൽ വാല്യൂ ഒന്നുമില്ല, എമ്മിന് ഒരു വാല്യൂ ഞാൻ സെറ്റ് ചെയ്തിട്ട് 0 എന്ന്, എസിനും 0 എന്നുള്ള ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് എന്നുള്ളത് ഞാൻ പറയാം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പറയാം. ഇനി ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് നോക്കുക. ഇന്റ് is equal to സെക്കൻഡ്സിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതാണ്. അവേഴ്സിനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്, 60 സെക്കൻഡ് ആണ്. ഒരു അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്, 60 മിനിറ്റ് ആണ്. അപ്പം ഒരു അവറിനെ സെക്കൻഡ്സിലേക്ക് മാറ്റണമെങ്കിൽ 60 × 60 കൊണ്ട് ഗുണിക്കണം, അതായത് 3600 കൊണ്ട് ഗുണിക്കണം. അതാണ് h × 3600 എന്നവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയ മിനിറ്റ്സിനെ സെക്കൻഡ്സിലേക്ക് മാറ്റാനോ 60 കൊണ്ട് ഗുണിക്കണം, അതാണ് m × 60 എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ പ്ലസ് സെക്കൻഡ്സ്, അതുപോലെ തന്നെ സെക്കൻഡ്സിനെ പിന്നെ സെക്കൻഡ്സിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അവേഴ്സ് × 3600 പ്ലസ് മിനിറ്റ്സ് × 60 പ്ലസ് സെക്കൻഡ്സ്, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് സെക്കൻഡ്സ് എന്ന് പറയുന്നത്. ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തിടത്തേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നു, അതാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മളിപ്പം നേരത്തെ എമ്മിനും എസിനും ഒക്കെ ഓരോ വാല്യൂ ഒക്കെ കൊടുത്തിട്ടാണ് ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഫംഗ്ഷനെ എനിക്ക് എങ്ങനെയൊക്കെ കോൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇനി ഇവിടെ എഴുതി കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, സപ്പോസ് ഞാൻ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. S1, S2, S3 എന്നുള്ള 3 ഇന്റിജർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ കോളിംഗിലെ റിസൾട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് S1ലേക്കാണ് എന്ന് വിചാരിക്കുക. അപ്പം S1 is equal to എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോൾ ചെയ്യുന്നത് 2, 10, 40 എന്നാണ്. അതായത് 2 hours 10 minutes 40 seconds. 2 hours 10 minutes 40 seconds.
അപ്പം എച്ചിലേക്ക് ഏത് വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും? 2 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. എമ്മിലേക്ക് ഏത് വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും? 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. എസിലേക്ക് ഏത് വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും? 40 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. അത് ആ പ്രോസസ്സിന് വിധേയമാക്കും അല്ലെ. 2 into 3600 plus 10 into 60 plus 40. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് റിസൾട്ട് കിട്ടുക? 7840 എന്നുള്ള റിസൾട്ട് എനിക്ക് കിട്ടും. 7840 അതാണ് എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. 3 ഫോർമൽ ആർഗ്യുമെന്റ്സിലേക്കും ഫംഗ്ഷൻ കോളിംഗിന്റെ സമയത്ത് 3 വാല്യൂസ് ഞാൻ കൊടുത്തു. ഏതൊക്കെയാണ്? 2, 10, 40 എന്നുള്ള 3 വാല്യൂസ് കൊടുത്തു. സംശയമൊന്നുമില്ല, നമ്മൾ ഇതുവരെ പഠിച്ച രീതിയിൽ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ കോളിംഗ് ശ്രദ്ധിക്കുക. S2 is equal to 1,30. S2 is equal to timesec of 1,30. 2 ആർഗ്യുമെന്റ്സേ ഉള്ളൂ. നമുക്ക് എത്ര ഫോർമൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു? 3 ഫോർമൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്. പക്ഷെ ഫംഗ്ഷൻ കോളിംഗിൽ നമ്മൾ എത്ര വാല്യൂസേ പാസ് ചെയ്തിട്ടുള്ളൂ? 2 വാല്യൂസേ പാസ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇവിടുത്തെ ഫംഗ്ഷൻ കോളിംഗിൽ നിന്ന് പാസ് ചെയ്യുന്ന ആദ്യത്തെ വാല്യൂ ആദ്യത്തെ ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് കോപ്പി ചെയ്യപ്പെടും. അതായത് എച്ചിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. രണ്ടാമത്തെ വാല്യൂ രണ്ടാമത്തെ ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് കോപ്പി ചെയ്യപ്പെടും. അതായത് എമ്മിന്റെ വാല്യൂ 30 എന്നായിട്ട് മാറും. പക്ഷേ ഫോർമൽ ആർഗ്യുമെന്റിൽ മൂന്നാമത്തെ ഒരു വാല്യൂ ഉണ്ട്. ഏതാണത്? എസ്. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ കോളിംഗിൽ മൂന്നാമതൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇവിടുന്ന് മൂന്നാമതൊരു വാല്യൂ അങ്ങോട്ട് എത്താത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യും? അവിടെ ഞാൻ ഓൾറെഡി ഒരു വാല്യൂ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഏതാണ്? 0. അപ്പം എച്ചിന്റെ വാല്യൂ 1 ആയിട്ടും എമ്മിന്റെ വാല്യൂ 30 ആയിട്ടും എസിന്റെ വാല്യൂ 0 ആയിട്ടും ഫംഗ്ഷൻ അങ്ങ് പരിഗണിക്കും. എസിന്റെ വാല്യൂ 0 എന്നുള്ളത് എവിടെ നിന്ന് കിട്ടിയാണ്? നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതായത് ഇവിടെ നിന്നൊന്നും ചെന്നില്ലെങ്കിൽ അവിടെ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ അവൻ അവിടെ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഉപയോഗിച്ച് പ്രോസസ് ചെയ്യും. അതായത് 1 into 3600 plus 30 into 60 plus 0 അങ്ങനെ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5400 എന്നുള്ള റിസൾട്ട് ആണ് കിട്ടുക. 5400 എന്നുള്ള റിസൾട്ട് കിട്ടും. അതായത് ഇവിടെ സെക്കൻഡ്സിലേക്ക് നമ്മൾ വാല്യൂ കൊടുത്തില്ല, പക്ഷെ അവിടെ ഒരു വാല്യൂ സെറ്റ് ചെയ്തതുകൊണ്ട് ആ വാല്യൂവിനെ അത് ഡീഫോൾട്ട് ആയിട്ട് ഉപയോഗിച്ചു. ഇനി ഈ ഫംഗ്ഷനെ തന്നെ മൂന്നാമത്തെ രീതിയിലും കൂടെ നമുക്ക് കോൾ ചെയ്യാം. അതായത് S3 is equal to timesec of 3. ഒറ്റ ആർഗ്യുമെന്റ് ഞാൻ പാസ് ചെയ്യുന്നുള്ളൂ. അവിടെ 3 ഫോർമൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്, പക്ഷെ ഒറ്റ വാല്യൂ ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യുന്നുള്ളൂ. അത് എങ്ങോട്ടായിരിക്കും കോപ്പി ചെയ്യപ്പെടുക? ആദ്യത്തെ ആർഗ്യുമെന്റിലേക്ക്, അതായത് എച്ചിലേക്ക് കോപ്പി ചെയ്യപ്പെടും. അപ്പൊ എച്ചിലേക്ക് 3 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. എമ്മിലേക്കും എസിലേക്കും ഇവിടുന്ന് വാല്യൂ പാസ് ചെയ്തിട്ടില്ല, പക്ഷേ അതിന് പ്രോസസ് ചെയ്യാൻ അവിടെ ഒരു വാല്യൂ ആവശ്യമല്ലേ? അപ്പൊ അങ്ങനെ പ്രോസസ് ചെയ്യാനുള്ള വാല്യൂവിനെ അതെന്തായിട്ട് എടുക്കും? അവിടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെന്ന്? 0. ഇവിടുന്ന് വാല്യൂ ഒന്നും ചെന്നില്ലെങ്കിൽ എമ്മിന് 0 എന്നും എസിന് 0 എന്നും കൊടുക്കുക എന്ന് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം h is equal to 3 എന്നും m is equal to 0 എന്നും s is equal to 0 എന്നും ഉപയോഗിച്ചുകൊണ്ട് അത് പ്രോസസ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 3 into 3600 plus 0 into 60 plus 0 എന്ന് പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് 10800 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പം ഇത്തരത്തിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡെഫിനിഷന്റെ സമയത്ത് ഫോർമൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂസ് ഇനീഷ്യൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുക. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഏതെങ്കിലും ഫോർമൽ ആർഗ്യുമെന്റ്സിന് ഒരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുക. ഇവിടെ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം, timesec എന്നുള്ള ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം m എന്ന് പറഞ്ഞ ഫോർമൽ ആർഗ്യുമെന്റും s എന്ന് പറഞ്ഞ ഫോർമൽ ആർഗ്യുമെന്റും എന്താണ്? ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ആണ്. ഫംഗ്ഷൻ കോളിംഗിന്റെ സമയത്ത് ആ ആർഗ്യുമെന്റ്സിലേക്ക് ആവശ്യമുള്ള വാല്യൂ സപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ഉപയോഗിച്ചത് പ്രോസസ് ചെയ്യും. ഇവിടുന്ന് വാല്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കൊടുത്ത വാല്യൂ ഉപയോഗിച്ചാണ് അത് പ്രോസസ് ചെയ്യുക. കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത വാല്യൂ അത് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? അപ്പം ഇത്തരത്തിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുക. ഒന്നുകൂടെ പറയാം, ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഏതെങ്കിലും ഫോർമൽ ആർഗ്യുമെന്റ്സിനെ നമ്മൾ ഇനീഷ്യൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരത്തിൽ ഇനീഷ്യൽ ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുക.
അപ്പം അത്തരം ആർഗ്യുമെന്റ്സ് ഉള്ളതിനെ നമുക്ക് വാല്യൂസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വാല്യൂസ് കൊടുക്കാതെയോ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ രീതിയിൽ നമുക്ക് അതിനെ ഫംഗ്ഷൻ കോളിംഗ് നടത്താനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നു. വാല്യൂസിനെ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ കോൾ ചെയ്യാം, വാല്യൂസിനെ കൊടുക്കാതെ വേണമെങ്കിലും കോൾ ചെയ്യാം. ഓക്കെ, ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഡീഫോൾട്ട് ആർഗ്യുമെന്റ് വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ ഡീഫോൾട്ട് ആർഗ്യുമെന്റ് ഉണ്ട് എങ്കിൽ ഇവിടുന്ന് വാല്യൂ പാസ് ചെയ്തില്ലെങ്കിലും ആ ആർഗ്യുമെന്റിലേക്ക് വാല്യൂ പാസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഡീഫോൾട്ട് ആയിട്ട് കൊടുത്ത വാല്യൂ ഉപയോഗിച്ചത് ചെയ്യും. 0 തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ഇന്ന് ആദ്യം ചെയ്തത് നമ്മൾ NCR കോമ്പിനേഷൻ കാണുന്ന ഒരു പ്രോഗ്രാം ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ പഠിപ്പിച്ചത് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്താണ് എന്നുള്ള കാര്യമാണ്. എന്താണ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഏതെങ്കിലും ആർഗ്യുമെന്റ്സിനെ നമ്മൾ ഇനീഷ്യൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം ആർഗ്യുമെന്റ്സിനെയാണ്, ആ ഫോർമൽ ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ കോൾ ചെയ്യാം, ആ ഫോർമൽ ആർഗ്യുമെന്റ് ആ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സിലേക്ക് വാല്യൂ കൊടുക്കാതെ നമുക്ക് കോൾ ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചത്. പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ദയവേത് ചോദിക്കുക, ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.